അപ്പം ഞാൻ ഇന്ന് കരുതിയേ കുറേ നാളായി നമ്മുടെ പ്രഗ്നൻസി ആ ഒരു പ്രസവരക്ഷയില്ലേ ആ സമയത്താണ് ഞാൻ മുഖത്ത് പാക്കൊക്കെ ഇട്ടത് കേട്ടോ, ഫേസ് പാക്കും തലയിലൊക്കെ ഇത് ചെയ്തത്. അപ്പം ഞാൻ ഇന്ന് എനിക്ക് ഇവിടെ തൈര് വാങ്ങിച്ചു, അരിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇച്ചായൻ്റെ അടുത്ത് ചോദിച്ച് ഇച്ചായനെ പറഞ്ഞു തന്നിട്ട് ഇത് അരിപ്പൊടിയും തൈരും കുറച്ച് മഞ്ഞൾപ്പൊടിയാണേ. പിന്നെ അതിനകത്തോട്ട് ഇത്തിരി റോസ് വാട്ടർ ഒഴിക്കാം. നല്ല സ്മെല്ലുണ്ടല്ലോ റോസ് വാട്ടർ. ഒരുപാട് ലൂസ് വേണ്ട, ഇളക്കി കൊടുക്കാം. തൈരിൻ്റെ ഒരു ഇത് മാറും. ഇച്ചിരി റോസ് വാട്ടർ ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഞാൻ ചെയ്തുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ആ ഇടയ്ക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കാപ്പിപ്പൊടിയും മറ്റേ പഞ്ചസാരയും കൂടെ മിക്സാക്കിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. നമുക്ക് ഇച്ചാൻ്റെ ഞാനൊരു ബ്രഷ് അടിച്ച് മാറ്റി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചാൻ പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് ബ്രഷും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അതിനകത്തോട്ട് ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്താ തൈര് ഓൾറെഡി നമുക്കറിയാമല്ലോ നല്ലതായതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ആണ് ഇട്ട് കൊടുക്കുന്നത്, അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ. നമുക്ക് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെയൊക്കെ കല്യാണത്തിന് മുന്നേ ഒരു സമയത്ത് വീട്ടിൽ കുളിക്കുന്ന സമയത്ത് പാൽപ്പാടയില്ലേ അതൊക്കെ തേച്ചിട്ടായിരുന്നു നേരത്തെ ഞാൻ കുളിക്കുക. അതുപോലെ പിന്നെ മുൾട്ടാണി മിൾട്ടിയില്ലേ അതൊക്കെ ഞാൻ പിന്നല്ലേ അതൊക്കെ തേച്ചിട്ട് നേരത്തെ ഞാൻ മുഖത്ത് തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കുറച്ച് നാളും കൂടെയുള്ള ഈ വേദനയും അസുഖമൊക്കെ കൂടിയ സമയമായതുകൊണ്ട് മാത്രമേ അങ്ങനെ തേക്കാനുള്ള ഒരു മൈൻഡും ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പം വേദനയുണ്ട്. അപ്പം എനിക്ക് ഇന്നൊരു തേക്കണമെന്നൊരു മോഹം. അപ്പോൾ കഴുത്തേലും കൂടെ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ മുഖത്ത് മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട്, മുഖത്തും കഴുത്തേലും. ആഹാ നല്ല രസമല്ലേ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിപ്പം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഇത്രയുണ്ട്. അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പം ഇത് അപ്ലൈ ചെയ്യാം, നോക്കാം എങ്ങനെയുണ്ടെന്ന്. ബൈ.